നടൻ പൃഥ്വിരാജുമായി വലിയ വഴക്കുണ്ടായിട്ടുണ്ടെന്നും അതിനുള്ള കാരണവും തുറന്നു പറയുകയാണ് നടി ഭാവന. പൃഥ്വിരാജിനോട് മാത്രമല്ല തനിക്ക് ആസിഫ് അലിയുമായും വഴക്കുണ്ടായിട്ടുണ്ട്. അതിനു പുറമെ സംവിധായകൻ ജീൻ പോൾ ലാൽ തന്നോട് പിണങ്ങിയിട്ടുണ്ടെന്നും ഭാവന വെളിപ്പെടുത്തുന്നു. ഒരു യൂട്യൂബർക്ക് നൽകിയ നടികറിന്റെ പ്രൊമോഷൻ പരിപാടിയിലാണ് ഭാവന ഇക്കാര്യം തുറന്നു പറയുന്നത്. അതേസമയം മലയാള സിനിമാ രംഗത്ത് വീണ്ടും സജീവ സാന്നിധ്യമായി കൊണ്ടിരിക്കുകയാണ് ഭാവന. ഏറെക്കാലം മലയാള സിനിമകളിൽ നിന്നും മാറുന്ന ഭാവന അടുത്ത കാലത്താണ് തിരിച്ചു വരാൻ തീരുമാനിച്ചത്. ഒന്നിനു പിന്നാലെ ഒന്നായി ഭാവനയുടെ സിനിമകൾ മലയാളത്തിൽ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടികറാണ് ഭാവനയുടെ ഏറ്റവും പുതിയ സിനിമ. ടോവിനോ തോമസ് നായകനാകുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജീൻ പോൾ ലാലാണ്. നടികർ സിനിമയെക്കുറിച്ചും സഹപ്രവർത്തകരെക്കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണ് ഭാവന ഇപ്പോൾ. നടികർ സിനിമയിൽ തനിക്ക് കണക്റ്റായ സീനുകൾ വഴക്ക് കൂടുന്നതാണെന്ന് ഭാവന പറയുന്നു. ഹെൽത്തി ഫൈറ്റുകൾ ഉണ്ടാകും. റോബിൻ ഹുഡ് ചെയ്തപ്പോൾ താനും പൃഥ്വിരാജും തമ്മിൽ നല്ല വഴക്കുണ്ടായിട്ടുണ്ട്. ചെറിയ വഴക്കൊന്നുമല്ല, ഭയങ്കര വഴക്കുണ്ടായി എന്നും പിന്നെ രണ്ടുപേരും അതൊക്കെ പറഞ്ഞ് ചിരിച്ചുവെന്നും ഭാവന പറയുന്നു. മാത്രമല്ല താനും ആസിഫ് അലിയും തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തനിക്ക് നടികർ സിനിമ റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്നും ഭാവന വ്യക്തമാക്കി. സംവിധായകൻ ജീൻ പോൾ ലാലും ഇത് സമ്മതിക്കുന്നുണ്ട്. ഭാവനയ്ക്ക് വേണ്ടി തന്നെയുള്ള ക്യാരക്ടറാണിത്. എന്നാൽ താൻ ആദ്യം വിളിച്ചപ്പോൾ ഭാവന നിരസിക്കുകയാണ് ഉണ്ടായതെന്നും ജീൻ പോൾ പറയുന്നു. അതേക്കുറിച്ച് ഭാവനയും സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ഇനി താൻ സിനിമ ചെയ്യില്ല എന്നുള്ള ശപഥം എടുത്തിരിക്കുകയായിരുന്നു എന്നും അതുകൊണ്ട് ജീൻ പോൾ വിളിച്ചപ്പോൾ താനിത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുവെന്നുമാണ് ഭാവന പറയുന്നത്. തൻ്റെതായ ചില പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. പക്ഷെ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ചു കഴിഞ്ഞ് തന്നെ മറ്റൊരു സിനിമ പ്രഖ്യാപിച്ചു. അതോടെ ജീൻ പോൾ പിണങ്ങി എന്നും പിന്നീട് ജീനിന്റെ പിണക്കം മാറ്റാൻ വേണ്ടി താൻ എല്ലാവരെയും വിളിച്ച് സോറി പറയാൻ തുടങ്ങിയെന്നും ഭാവന പറയുന്നു. അപ്പോൾ ജീൻ തന്നോട് സംസാരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ സമയം ജീൻ പോളിനോട് സെൻറ്റി അടിച്ച് അങ്ങനെ താൻ സിനിമയിലേക്ക് എത്തിയെന്നും ഭാവന വ്യക്തമാക്കുന്നു. ഭാവനയുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് നേരത്തെ ആസിഫ് അലിയും സംസാരിച്ചിട്ടുണ്ട്. തൻ്റെ അടുത്ത സുഹൃത്താണ് ഭാവനയെന്നാണ് ആസിഫ് അലി അന്ന് പറഞ്ഞത്. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ചില സുഹൃത്തുക്കൾ ഉണ്ടാകും, എന്ത് തല്ലികൊള്ളുതരം കാണിച്ചാലും കൂടെ നിൽക്കുന്നവർ. അങ്ങനെ ഒരു സുഹൃത്താണ് തനിക്ക് ഭാവനയെന്നും നിറത്തിലെ എബിയെയും സോനയെയും പോലെ ഒരുമിച്ച് കളിച്ച് വളർന്നവരെ പോലെ തങ്ങൾക്ക് തോന്നാറുണ്ടെന്നും അങ്ങനെ ഒരു വൈബാണ് ഭാവനയുമായെന്നും അത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഞങ്ങൾ അധികം കാണാറും സംസാരിക്കാറും ഒന്നുമില്ല, എന്നാലും ഞങ്ങൾക്കിടയിൽ രസകരമായൊരു സൗഹൃദം ഉണ്ടെന്നായിരുന്നു ആസിഫ് അലി അന്ന് ഭാവനയെപ്പറ്റി പറഞ്ഞത്. ഹണീബി, ഒഴിമുറി, അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ തുടങ്ങിയ സിനിമകളിൽ ആസിഫ് അലിയും ഭാവനയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ തിരക്കേറിയ സമയത്തായിരുന്നു ഭാവന തൻ്റെ കരിയറിൽ നിന്നും മാറി നിന്നത്. അതേസമയം കന്നഡ സിനിമാ രംഗത്ത് ഭാവന സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു. മലയാളത്തിൽ നിന്ന് നിരവധി അവസരങ്ങൾ വന്നെങ്കിലും സിനിമകൾ ചെയ്യേണ്ട എന്ന തീരുമാനത്തിലായിരുന്നു ഭാവനയെന്ന്. എന്നാൽ പിന്നീട് ഭാവന ആ തീരുമാനം മാറ്റുകയും ചെയ്തു. റാണി, എൻ്റെ ഇക്കാക്ക് ഒരു പ്രേമമുണ്ടായിരുന്നു എന്നിവയാണ് ഭാവനയുടേതായി ഒടുവിൽ പുറത്തെത്തിയ മലയാള സിനിമകൾ. മെയ് 3-നാണ് നടികർ റിലീസ് ചെയ്യുന്നത്. IMDbയുടെ ഇന്ത്യൻ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ ലിസ്റ്റിൽ 4-ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് നടികർ. ഇപ്പോൾ പക്ക എന്റർടൈൻമെന്റ് എലമെന്റ്സ് ഉറപ്പ് നൽകിക്കൊണ്ടാണ് ചിത്രത്തിന്റെ ട്രെയിലർ എത്തിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.